ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് മലയാളം ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ലാലേട്ടൻ എന്ന് മനസ്സിൽ വരും. പിന്നെ കണ്ടസ്റ്റൻസിന് കാര്യം ആലോചിക്കണേ എല്ലാവർക്കും പെട്ടെന്ന് ഓടി വരുന്ന ഒരു പേരാണ് ഡോക്ടർ റോബിൻ, അല്ലേ? ഡോക്ടർ റോബിൻ കഴിഞ്ഞാൽ പിന്നെ അഖിൽമാരാർ എന്നൊക്കെ വരും. ഡോക്ടർ റോബിൻ ഒരു വിന്നർ കൂടിയല്ല. ഇദ്ദേഹമൊക്കെ വിന്നറാണ്, പക്ഷേ വിന്നർ ആവാതെ അതിനകത്ത് വന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയോട് ആ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടം തോന്നിപ്പിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് ഡോക്ടർ റോബിന്റെ പുതിയ ഇന്റർവ്യൂസ് ഒന്നും നമ്മളപ്പോൾ ഈ അടുത്തൊന്നും കാണാറില്ല. പക്ഷേ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. രമ്യ നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഡോക്ടർ റോബിന്റെ. ഞാൻ ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ കുറിച്ചിട്ടൊന്ന് റിയാക്ട് ചെയ്യാൻ ഇതുവരെ സാധിച്ചില്ല. പല ആൾക്കാരും പറഞ്ഞത് മുമ്പ് വന്ന ഇന്റർവ്യൂ ആണെന്നൊക്കെ പറയുന്നത്. എനിക്ക് അതിന്റെ കാര്യമൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും വിവാഹത്തിന് ശേഷം ഉള്ള ഒരു ഇന്റർവ്യൂ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പൊടിയുടെ കാര്യമൊക്കെ അതിൽ വ്യക്തമായിട്ട് റോബിൻ പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡോക്ടർ റോബിനെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ 1000 റോബിനെ ഇല്ലാതാക്കാനും കഴിയും എന്ന് ഒരു തവണ അതിൻ്റെ ഒരു ഷോ ഡയറക്ടർ മറ്റോ ഒരു ഇന്റർവ്യൂവിൽ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് അവിടെ എല്ലാ സ്റ്റാർസിനെ ഉണ്ടാക്കുന്നത് ഇവരാണ് എന്നുള്ള രീതിയിൽ ശരിയാണ്, അവർ സെലക്ട് ചെയ്യുന്നു. പക്ഷെ അവിടെ നിന്ന് കളിച്ച് മുന്നേറി പോകുന്നതിനുള്ള ഒരു കഴിവും കാലിബറും പ്രേക്ഷകരുടെ ഒരു പ്രീതി നേടിയെടുക്കാനൊക്കെ അവർക്ക് കഴിയണമല്ലോ. അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡോക്ടർ റോബിൻ വളരെയധികം പ്രേക്ഷക പിന്തുണ നേടി മുന്നേറിയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. പിന്നെ ബിഗ് ബോസിന് അതിൻ്റെ അകത്ത് അതിലെ കണ്ടസ്റ്റൻസ് എല്ലാവരും പറയുന്നുണ്ട്, അവർ പറയുന്നതും കാണിക്കുന്നതും പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നില്ല. പിന്നെ ബിഗ് ബോസിനൊരു സ്ക്രിപ്റ്റഡ് അല്ലെങ്കിൽ പോലും ബിഗ് ബോസിന് ചില ആൾക്കാരെ ചില രീതിയിൽ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ട്. ചിലർ വില്ലനസ് ആയിട്ട്, ചിലർ കൊമേഡിയൻ ആയിട്ട്, ചിലർ ഒരു ഹീറോ ആയിട്ടൊക്കെ ബിഗ് ബോസിനെ അവതരിപ്പിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ ചിലരുടെ കാര്യത്തിൽ ചില എഡിറ്റിംഗ് ഒക്കെ വരുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഡോക്ടർ റോബിൻ്റെ പല കാര്യങ്ങളും കുറച്ചൊരു ഹീറോയിസം അധികമായി പോയപ്പോൾ കട്ട് വന്നിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹം അതാണ് എടുത്ത് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അത് തുറന്ന് പറയുന്നുണ്ട്. വേറൊരു കണ്ടസ്റ്റന്റ് അങ്ങനെ തുറന്ന് പറഞ്ഞിട്ട് ചിലർ ബിഗ് ബോസിനെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഷോ എന്നാൽ കൂദ്ര ഷോ ആണെന്നുള്ള രീതിയിലാണ് ചിലവർ പറയുന്നത്. ഒരു ഫ്രോഡ് ഷോ ആണ്, അല്ലെങ്കിൽ ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ്, സ്ക്രിപ്റ്റഡ് ആണ്, അങ്ങനെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നത്. ഇപ്പോൾ ഡോക്ടർ റോബിൻ തന്നെ മുമ്പ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞൊരു വിവാദം. അദ്ദേഹം സ്ക്രിപ്റ്റഡ് എന്നല്ല പറഞ്ഞത്, എഡിറ്റഡ് ആണെന്ന് അദ്ദേഹം പറഞ്ഞത്. സ്ക്രിപ്റ്റഡ് ആണെന്ന് ഡോക്ടർ റോബിൻ എവിടെയും പറഞ്ഞില്ല. പക്ഷേ ഒരുപാട് മുമ്പ് കണ്ടസ്റ്റൻസ് ഒക്കെ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ആ ഒരു ബിഗ് ബോസ് ഷോയോട് ഡോക്ടർ റോബിന് ഇപ്പോഴും വളരെയധികം ഇഷ്ടമുണ്ടെന്നാണ്. അദ്ദേഹം വളരെയധികം മോശമായ രീതിയിലൊരു പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. പിന്നെ അഖിൽമാരാരുടെ ആ ഒരു സീസണിൽ അദ്ദേഹം വീണ്ടും വന്ന് പുറത്താക്കിയപ്പോൾ ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ അദ്ദേഹം ഇപ്പോഴും വളരെ മാന്യമായിട്ടാണ് ബിഗ് ബോസ് ഷോനെ കുറിച്ചിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞത് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അവരെന്നെ കൊല്ലാൻ വേണ്ടിയും ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഇപ്പം സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോബിനെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ 100 റോബിനെ ഉണ്ടാക്കാനും അറിയാം, അത് ഇല്ലാണ്ടാക്കാനും അറിയാം എന്ന് പറയുന്നത് സ്നേഹമല്ല. അവിടെ എന്റെ കൂടെ സ്നേഹമില്ല. കാരണം ഇതിന്റെ പിറകിൽ നടന്ന പല കാര്യങ്ങളും പലർക്കും അറിയത്തില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു റോബിനെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ 100 റോബിനെ ഉണ്ടാക്കാനും അറിയാം, അത് ഇല്ലാണ്ടാക്കാനും അറിയുന്നത് സ്നേഹമല്ല. അത് നമ്മൾ വളർത്തി ആരാണെങ്കിലും അവിടെ ആ കാണിച്ച തെറ്റാണെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. അതെന്റെ നിലപാടാണ്. മനസ്സിലായില്ലേ? അവിടെ ഞാൻ ഒരിക്കലും ഒരു നന്ദി കെട്ടാനാവുന്നില്ല. അവിടെ ഞാൻ എനിക്കാണ് എന്ത് ചെയ്ത പ്രയോറിറ്റി കൊടുത്തത്. എന്റെ കൂടെ സ്നേഹമായിട്ട് നിൽക്കുന്ന എല്ലാവരോടും ഞാൻ സ്നേഹമായിട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ. കാരണം അത് എന്നെ ക്ലോസ്ലി അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. മനസ്സിലായി? പിന്നെ അവതാരിക ഒരു കാര്യം ഡോക്ടർ റോബിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെ ഒറ്റയാനായിട്ടാണ് നിന്നിട്ടുള്ളത്. അതേപോലെ ലൈഫിൽ ഒറ്റയ്ക്ക് തന്നെയാണോ മുന്നേറിയിട്ടുള്ളത്? എന്താണ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് ആണോ, പേരൻസ് ആണോ, അങ്ങനെ അതോ കോളീഗ്സ് ആണോ? അങ്ങനെ നമുക്ക് ആരെങ്കിലുമൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്കൊന്ന് മുന്നേറാൻ പറ്റുള്ളൂ. അങ്ങനെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ റോബിൻ തുറന്നു പറഞ്ഞ കാരണം എൻ്റെ വീഴ്ചകളാണ് എന്നെ ഒറ്റയ്ക്ക് മുന്നേറാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായുള്ള പല പല വീഴ്ചകൾ. ഇപ്പോൾ ബിഗ് ബോസിനകത്ത് വന്നിട്ട് തന്നെ ഒരുപാട് എതിർപ്പുകൾ, അത് അതിന് പുറത്ത് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിന് എതിരെ തന്നെ അതിന് കൂടെ നിന്ന ആൾക്കാർ തന്നെ അദ്ദേഹത്തിനെ ബാക്ക് സ്റ്റാബ് ചെയ്ത് അദ്ദേഹത്തിന് പുറകിൽ നിന്ന് കുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹത്തിന് ആ ഈ വീഴ്ചകളിൽ നിന്ന് അദ്ദേഹം പഠിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് ഒരു പ്രചോദനമായതെന്നാണ് ഡോക്ടർ റോബിൻ പറയുന്നത്. അത് അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെതൊരു ശൈലിയിൽ അദ്ദേഹം പറയുമ്പോൾ കേൾക്കുമ്പോൾ നല്ല രസമാണ്. അതൊന്നും നമുക്ക് കണ്ടു നോക്കാം.
കോൺഫിഡൻസ് നീ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നില്ലേ, അത് ഒറ്റയ്ക്ക് ബിൽഡപ്പ് ചെയ്തെടുത്തതാണ് എന്ന് റോബിൻ പറയുന്നുണ്ട്. പക്ഷെ കൂടെ നമ്മുടെ ഈ ലൈഫ് ജേർണിയിൽ എപ്പോഴും നമുക്കൊരു മെന്ററായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരു സപ്പോർട്ടിങ് ഒരു സിസ്റ്റം അങ്ങനെ ഒന്ന് പറയാൻ അത് ആരായിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ പാരന്റ്സോ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും? എന്റെ ലൈഫിൽ എപ്പോഴും ഞാൻ എന്റെ ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ടുള്ള എന്റെ വീഴ്ചകളാണ്, എന്റെ ഡൗൺഫോൾസ്. കാരണം എന്റെ ഡൗൺഫോൾസ് എന്നാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ, കാരണം 2023 എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. ആരെയൊക്കെ വിശ്വസിക്കണം, ആരെയൊക്കെ വിശ്വസിക്കാൻ പാടില്ല, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. കാരണം നമ്മുടെ പ്ലാൻസ് ഒക്കെ മുൻകൂട്ടി പറഞ്ഞ് അത് തകർക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ട്. കാരണം ഈ ഗോൾഡ് മിഷന്റെ കാര്യം പോലും ഞാൻ ആക്ച്വലി എനിക്ക് ആ സമയത്ത് എടുത്താൽ മതി എന്ന് തീരുമാനിച്ചിട്ടാണ്. കാരണം ഒരുപാട് പേര് പറയുന്നവരെല്ലാം പറഞ്ഞ അവസാനം ഗോൾഡ് മിസ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല എന്നാക്കി. അത് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗോൾഡ് മിസ് ഓൺ ദ വേ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഞാൻ ന്യൂയറിന് കഴിഞ്ഞ ശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം എനിക്ക് ആ സമയമൊക്കെ പോയി എടുത്തപ്പോ പിന്നെ അവർക്കൊന്നും പറയാനില്ല. കാരണം അവര് തന്നെ പറഞ്ഞു റോബിൻ ഇത്രയും പെട്ടെന്ന് കിട്ടിയതാണ്, ഇത്രയും പെട്ടെന്ന്, അത് എനിക്ക് മൾട്ടിപ്പിൾ കാറ്റഗറിയിലാണ് കിട്ടിയത്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് അവർക്ക് പിന്നെ ഒന്നും പറയാനില്ല. പിന്നെ അവതാരിക ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ചാണ് കേട്ടോ. ഒരു ഡോക്ടറാണ്, ഇപ്പോഴും ഡോക്ടറായിട്ട് തുടരാൻ താല്പര്യമുണ്ടോ ഇല്ലയെന്നാണ് അവതാരിക രമ്യ ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒബ്വിയസ്ലി അദ്ദേഹത്തിന് ഡോക്ടറെ തുടരാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അദ്ദേഹം ഒരു തവണ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജനിച്ച ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഹോസ്പിറ്റലിൽ തന്നെ അദ്ദേഹത്തിന് വീണ്ടും പോയി വർക്ക് ചെയ്യാൻ ഒരുപാട് താല്പര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് ആ ഒരു പ്രൊഫഷൻ മാറ്റി വെച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ കൂടുതൽ ലൈം ലൈറ്റ്, അദ്ദേഹത്തിന് ഒരുപാട് ഡ്രീംസ് അദ്ദേഹം പറഞ്ഞു. അതിലൊരു ഡ്രീം ആയിരുന്നല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത്. ബിഗ് ബോസ്, സിനിമ, അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിന് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പ്രൊഫഷനിൽ അദ്ദേഹം കൂടുതൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ശ്രദ്ധ കുറയും. അപ്പോൾ അദ്ദേഹത്തിന് ആ ഡ്രീം ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിലേക്ക് പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൂടുതൽ നല്ല അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണെന്ന് വലിയ താല്പര്യമാണ്. ഒരുപാട് ആഗ്രഹത്തോടുകൂടി പഠിച്ച ഒരു പ്രൊഫഷനാണ് അത്. അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ അദ്ദേഹം നിലനിന്ന് പോകുന്നു. കാരണം വേറെ കുറേ ആൾക്കാർ പറഞ്ഞു അദ്ദേഹം വ്യാജ ഡോക്ടറാണ്, അദ്ദേഹം നല്ലൊരു ഡോക്ടറൊന്നും അല്ല. അദ്ദേഹത്തിന് വേറെ കുറേ ആൾക്കാരോട് അദ്ദേഹം ഒരു ഡോക്ടറായിട്ട് എന്തിനാണ് ഈ ബിഗ് ബോസ് പോലെയുള്ള ഇത്രയും ഷോയിൽ വന്നിട്ട് ഇത്രയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത്, നല്ലൊരു പ്രൊഫഷണൽ ഡോക്ടർ അതായിട്ട് മുന്നോട്ട് പോകായിരുന്നില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സിനിമയിലൊക്കെ തന്നെ അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഐശ്വര്യ ലക്ഷ്മി, ഇപ്പോൾ തന്നെ ബിഗ് ബോസിൽ വന്നിട്ട് പുതിയ ബിന്നി, ഇവരൊക്കെ ഡോക്ടേഴ്സാണ്. അതുപോലെ എത്രയോ ഡോക്ടേഴ്സായുള്ള ആക്ടേഴ്സും നമ്മളുടെ ഇതിൽ ഉണ്ടെന്ന് അറിയാമോ? അപ്പോൾ അവർക്കൊക്കെ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഡോക്ടർ റോബിൻ അതായിക്കൂടെ? അപ്പോൾ അദ്ദേഹത്തിനെ തന്നെ ഇങ്ങനെ വിമർശിക്കാൻ വേണ്ടി മാത്രം ചില ആൾക്കാർ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അവരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതവരുടെ പാഷൻ. ഡോക്ടർ റോബിൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കാര്യമില്ല, വെറുതെ വന്ന് ഒച്ചയും ബഹളം എടുക്കാൻ വേണ്ടി വന്ന ഒരു മനുഷ്യൻ എന്നുള്ള വിമർശനമാണ് അദ്ദേഹത്തിന്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സൈഡില് മിസ് ചെയ്യുന്നുണ്ടോ? ഞാനൊരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ റോബിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തണമെന്നോ ആ ഒരു ആഗ്രഹം? കാരണം ഞാൻ വൈകുന്നേരം ഒരു നൈറ്റ് ഡ്യൂട്ടി വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ റെഡിയായി 7:30 ആകുമ്പോൾ കറക്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി പഞ്ചിങ് ചെയ്ത് അടുത്ത ദിവസം രാവിലെ 9:30 വരെ ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു ഡോക്ടറായിരുന്നു. അപ്പൊ ആ സ്റ്റെപ്പൊക്കെ ആയിട്ട് ഇൻഷർട്ട് ചെയ്ത് ആ ഒരു ഞാൻ ഇങ്ങനെ ഓടി നടന്ന എല്ലാ വാർഡിലും എല്ലാ സ്ഥലത്തും പോയി പല പല പീഡിയാട്രിക് തൊട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി പേഷ്യൻസിനെ വരെ നോക്കി എല്ലാവരും സംസാരിച്ച് അങ്ങനെയുള്ള ഒരു ഡോക്ടറായിരുന്നു ഞാൻ. അതിന് ഞാൻ ഒബ്വിയസ്ലി മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഒരു പ്രൊഫഷൻ, കാരണം എനിക്ക് ആ പ്രൊഫഷൻ എപ്പോഴും എന്റെ കൂടെ ഉണ്ട്, ഒരിക്കലും പോകാനൊന്നും പോകുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇപ്പൊ ഞാൻ തിരിച്ച് വീണ്ടും വർക്ക് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എന്റെ ഗ്രാഫ് അതേപോലെ പോകും, മനസ്സിലായില്ലേ? അതിൽ നിന്നൊരു ഒരു ഒരു കയറ്റമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ എന്താണ് UAE-ൽ എന്താ ബിസിനസ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ഒരു മെഡിക്കൽ സെൻറ്റർ അദ്ദേഹം തുറക്കാൻ പോകുകയെന്ന് പറയുന്നുണ്ട്. അത് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ പോലുള്ള ഒരു മെഡിക്കൽ സെൻറ്റർ UAE-ൽ അദ്ദേഹം തുറക്കാനായിട്ട് ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അദ്ദേഹം വെറുതെ അവസരങ്ങൾക്ക് വേണ്ടി നടക്കില്ല. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഫുൾ ടൈം ഒരു ഡോക്ടറായിട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു സൈഡായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സേവനമായിട്ട് അദ്ദേഹം കരുതുന്നത്. പിന്നെ ഇദ്ദേഹം ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഈ ഒരു UAE-ൽ അദ്ദേഹം തുടങ്ങുന്ന ഈ ഒരു ഡിസ്പെൻസറി അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു മെഡിക്കൽ സെൻറ്ററിൽ സൈക്കോളജി, അതായത് സൈക്കാട്രി ഉണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ ഡിപ്രഷനിലൊക്കെ പെടുന്നുണ്ട്. അതിപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഈ ഒരു ബിഗ് ബോസിന് ശേഷം വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ അദ്ദേഹം അതിനെ തരണം ചെയ്താണ് വന്നത്. ഡിപ്രഷനൊന്നും പോവാതെ അദ്ദേഹം പിടിച്ചു വന്നു. അതേപോലെ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജീവിതം തന്നെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അവർക്കൊരു പ്രചോദനമായിട്ട് ഫ്രീ ആയിട്ട് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ സെൻറ്ററിൽ ഇങ്ങനെ സൈക്കാട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതൊരു സേവ. ഞാൻ വിചാരിച്ചത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മെഡിക്കൽ സെന്റർ എന്ന് പറഞ്ഞൊരു സംഭവം എന്റെ ഓൺ ആയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്റെ പേരിൽ, എന്റെ ബ്രാൻഡിൽ അല്ലെങ്കിൽ എന്റെ പേരിൽ എനിക്കൊരു മെഡിക്കൽ സെന്റർ,
അത് കഴിഞ്ഞതിന് ശേഷം എന്റെ ഒരു ആഗ്രഹമാണ്, എന്തുകൊണ്ട് അത് ഈ കഴിഞ്ഞതിന് medical ശേഷം എനിക്കൊരു center? ആഗ്രഹമുണ്ട്, ഞാൻ ജനിച്ച ഹോസ്പിറ്റലിൽ, ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ തിരിച്ച് വീണ്ടും അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം അത് എനിക്കൊരു ഫീലാണ്, മനസ്സിലായില്ല? കാരണം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത് തിരിച്ച് വീണ്ടും അവിടെ പോകുമ്പോൾ ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തു, ഇനിയിപ്പോ ഞാൻ ചെല്ലുമ്പോൾ കുറച്ച് പേരെങ്കിലും എന്നെ റെക്കഗ്നൈസ് ചെയ്യും. അപ്പൊ കിട്ടുന്നൊരു ഫീല്, ആ സ്റ്റെപ്പ് ഇട്ട് അവിടെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് എൻ്റെ ഡിഫറെന്റാ. അപ്പൊ ഈ മെഡിക്കൽ ഒരുപാട് ഐഡിയാസും ഒക്കെ ആയിട്ട് ഉള്ള ഒരു അഭിമുഖമായിരുന്നു ഡോക്ടർ റോബിൻ്റെ. ഞാൻ ഇതിന് മുമ്പ് ഈ ഒരു അഭിമുഖം കണ്ടിട്ടില്ല, എനിക്കറിയില്ല പുതിയ അഭിമുഖമാണോ എന്നറിയില്ല. ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാൻ തോന്നി. ഒരുപാട് നാളായി ഡോക്ടർ റോബിൻ്റെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ. ഇപ്പോൾ കൂടുതലുമായിട്ട് ആരതി പൊടിയുമായിട്ടുള്ള ഒരുപാട് വീഡിയോസും അദ്ദേഹത്തിൻ്റെ ആ ലൈഫും ഒക്കെയാണ് കണ്ടത്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വശം അദ്ദേഹം പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫ്, ഡോക്ടറായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ പുതിയ മെഡിക്കൽ സെൻറ്ററിനെ കുറിച്ച് അദ്ദേഹം തുറന്നു പറയുന്നതൊക്കെ ഈ ഒരു വീഡിയോയിലൂടെയാണ് ഞാൻ കാണാൻ ഇടയായത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്കൊന്ന് റിവ്യൂ ചെയ്യാൻ തോന്നി. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഡോക്ടർ റോബിൻ. എത്രയൊക്കെ വിമർശനങ്ങൾ വന്നോട്ടെ അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ മാത്രമേ തുറന്നു പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നിട്ടുള്ള കുറച്ച് അനീതികളെ കുറിച്ചിട്ട് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് പറയേണ്ട സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞുള്ളൂ. പല ആൾക്കാർ വിമർശിക്കുന്നത് ഒരുപാട് ഓളിയെടുക്കുന്നു. ഈ ഓളിയെടുക്കുന്ന കാര്യം തന്നെ ഞാൻ പറഞ്ഞു, ഒരുപാട് ആഗ്രഹമായിട്ട് ഒരാൾ വരുന്നു, അതിൽ അദ്ദേഹം സക്സസ്ഫുൾ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. അതിന് ആ ഒരു ഇഷ്ടം, അതായത് ഇത്രയും അധികം ആൾക്കാരുടെ കൂടെ അദ്ദേഹം ഒരുപാട് ഉദ്ഘാടനങ്ങൾക്ക് പോയി, ഒരുപാട് ഫാൻസിൻ്റെ കൂടെ നിന്ന് അദ്ദേഹം ഫോട്ടോഗ്രാഫ് എടുത്തു, ഒരുപാട് വീഡിയോ എടുത്തു. ഇതിൽ തന്നെ അദ്ദേഹത്തിന് ദുബായിലാന്ന് തോന്നുന്നു ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് പോലെയുള്ള ഒരു റെക്കോർഡൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതായത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് ആരാധകരുമായിട്ട് സെൽഫി എടുത്ത ഒരു വ്യക്തി, ഒരു സെലിബ്രിറ്റി എന്നുള്ള ഒരു റെക്കോർഡ് അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറയുന്നത് അതൊരു അച്ചീവ്മെൻ്റ് അല്ലേ? എത്രയോ നടന്മാരുണ്ട്, അവർക്കൊന്നും പറ്റാത്തൊരു കാര്യമില്ല ഡോക്ടർ റോബിൻ ചെയ്തത്. അപ്പോൾ ഒരാൾക്കൊരു അച്ചീവ്മെൻറ്റ് വരുമ്പോൾ അത് അംഗീകരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അദ്ദേഹത്തിന് എപ്പോഴും വിമർശിക്കാതെ കുറച്ചൊക്കെ അംഗീകരിക്കാനും പഠിക്കണം. അതാണ് കേട്ടോ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ കൂടെ കാണാൻ സാധിച്ചത്. ഇനി എനിക്കൊരു ആഗ്രഹം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സിനിമയിലൊക്കെ അഭിനയിക്കട്ടെ. അപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ച് വരുമ്പോൾ അദ്ദേഹത്തിന് വിമർശിച്ച ആൾക്കാർ അതും കൂടെ ഒന്ന് ഇല്ലാതാക്കും. ഇപ്പോൾ അഖിൽമാരാർ സിനിമയിൽ അഭിനയിച്ചു, ദിൽഷ അഭിനയിച്ചു കഴിഞ്ഞു, റംസാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂട്ടൻ ഓൾറെഡി ഒരു സിനിമ നടനായിരുന്നു, ഇനിയും ഒരുപാട് ആൾക്കാർ സിനിമയിലേക്ക് വരുന്നു, ജിൻഡോ വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും അധികം ആൾക്കാർ വരുമ്പോൾ ഇത്രയും കഴിവും ഇത്രയും ആരാധകരുള്ള ഡോക്ടർ റോബിനും കൂടെ വരട്ടെ. അദ്ദേഹം പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നു. ആ ഒരു ഓപ്പർച്യൂണിറ്റി അടുത്ത് തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഡോക്ടർ റോബിൻ്റെ ഇനി വരുന്ന ഒരു ഇൻ്റർവ്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. അതുമായിട്ട് റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.